ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് സമൂസ ഷീറ്റും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഒരു ബീഫ് സമൂസയാണ് ഇനി തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ബീഫ് സമൂസ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ സമൂസ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം 200 ഗ്രാം എല്ലില്ലാത്ത ഇതുപോലുള്ള ബീഫ് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇത് ഒന്ന് കുക്കറിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പവും ബീഫിൻ്റെ വേവും അനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുകയോ തീ ലോ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാല എല്ലായിടത്തും മിക്സ് ചെയ്യുന്നതിന് വേണ്ടി നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായി
ഒരു 15 മിനിറ്റ് നേരം മാറ്റി വെക്കുക. ഇപ്പോൾ മസാലയെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. കടകളിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ഷീറ്റാണ് ഞാനിവിടെ ഈ സമൂസ പൊതിയാനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് കോണാക്കി ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഫില്ലിംഗ് നിറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 2 ടീസ്പൂൺ മൈദയിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒരു മിക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഞാൻ ഈ ഫില്ലിംഗ് ഉപയോഗിച്ച് ഏകദേശം ഒരു 25 സമൂസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സമൂസ എല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സമൂസ ഓരോന്നായി ഇട്ട് കൊടുക്കുക. സമൂസ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചട്ടിയുടെ എണ്ണയുടെ അളവിനനുസരിച്ച് തന്നെ സമൂസ ഇട്ട് കൊടുക്കുക. സമൂസ എപ്പോഴും എണ്ണയിൽ മുങ്ങിക്കിടക്കണം. അങ്ങനെ ഏകദേശം ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി ഇതുപോലെ മാറ്റുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.